ദേവയജ്ഞം, ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച് നിർത്തുക, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ക്ഷേത്രത്തിലെ പൂജാരിമാർ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടും ഈ കമ്മിറ്റിക്കാർ കൊടുക്കുന്ന ശമ്പളം കൊണ്ടും ഒക്കെ വേണം അവർ ജീവിക്കാൻ. ഈ കാലത്ത് അതൊന്നും അത്ര വലിയ പൈസ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദേവയജ്ഞം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എപ്പോഴെങ്കിലും തളർന്നിരിക്കുമ്പം നമുക്ക് ആലോചിച്ചാൽ ഞാൻ ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയാവും, എനിക്കും ഇല്ലേ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ, ഒന്നുമില്ല കുറേ വായു ഞാൻ ഈ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നില്ലേ, കുറേ വെള്ളം ഞാൻ എടുത്ത് കുടിക്കുന്നില്ലേ, ഈ ശരീരം ഞാൻ ജനിച്ചെന്ന് മുതൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കും. അതിന് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിക്കും, നല്ല സംഘടനകളെ കൂട്ടുപിടിക്കും, ആശ്രമത്തിനെ കൂട്ടുപിടിക്കും. ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണോ, നിസ്വാർത്ഥമാണോ, നിഷ്കാമമാണോ, ഇതാണ് നോക്കാനുള്ളത്.